ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ ബഹുമാനപ്പെട്ട നേതാവ് ഹൈദരലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, അബ്ദുസ്സമദ് സമദാനി സാഹിബ്, എന്റെ പ്രിയ സുഹൃത്ത് ആത്മസുഹൃത്ത് മുനീർ സാഹിബ്, എന്റെ സ്നേഹിതൻ മജീദ് സാഹിബ്, എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഉമ്മർ MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അബ്ദുറബ്ബ്, വേദിയിലിരിക്കുന്ന മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് വഴി കാണിച്ചുകൊണ്ട് LDF-ൽ നിന്നും UDF-ലേക്ക് വന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ വീരേന്ദ്രകുമാർ അവർകളെ, ഈ സ്റ്റേജിൽ ഈ UDF-ന്റെ നേതാക്കളുടെ തണലിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഇടവന്നതിൽ ഞാൻ സർവശക്തനെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പരിഭ്രമത്തോടു കൂടിയാണ് വന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, തൊട്ടടുത്ത് നമ്മൾ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് യൂസുഫ് അലി സാഹിബിന് വേണ്ടി ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ വന്നപ്പോ എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോ ചില ഭാഗത്ത് നിന്ന് ആൾക്കാർ കൂവി. നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അദ്ദേഹം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, അലി നമ്മളുടെ അതിഥിയാണെന്ന്. അപ്പൊ അന്ന് വളരെ വലിയ ആർഷാരവത്തോടു കൂടി എന്നെ ആൾക്കാർ സ്വീകരിച്ചു. അതിനുശേഷം ഗണേശൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നാവിൽ പുള്ളി ഉണ്ടെന്ന്. ആ പറഞ്ഞത് അതേമാതിരി ശരിയായി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ മെമ്പർഷിപ്പ് കിട്ടിയപ്പോ എനിക്ക് കുറെ സമാധാനമായി. പക്ഷെ എന്നിട്ടും മുഴുവൻ സമാധാനമായിരുന്നില്ല. നമ്മുടെ മജീദ് സാഹിബിന്റെയും അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് മുനീറിന്റെയും ഒക്കെ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് പരിപൂർണമായിട്ടൊരു സമാധാനം കിട്ടിയത്. ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അവര് പറയുന്നത് സാരമില്ല, കാരണം അതാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. ഇത്രയും വളരെ വലിയ വിശാലഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നേതാക്കന്മാർക്ക് അതിന്റെ ഇരട്ടി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട വീരേന്ദ്രകുമാർ അവിടെ പനങ്ങാങ്ങര വന്നപ്പോഴേ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അല്ലെ UDF-ന്റെ നേതാക്കന്മാർക്ക് അവർക്കൊക്കെ ഒരു ഹൃദയമുണ്ട്. നമ്മൾ കണ്ട ആൾക്കാർക്ക് ഹൃദയമല്ല, അതിന് ബദലായിട്ടൊരു പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമാണ് നമ്മുടെ പഴയ സ്നേഹിതന്മാരുണ്ടല്ലോ, ആ സ്നേഹിതന്മാർക്ക് ഒരു പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ UDF-ന്റെ നേതാക്കന്മാർക്ക് ശരിക്കുള്ളൊരു ഹൃദയമുണ്ട്, ആ ഹൃദയത്തിന് സ്നേഹമുണ്ട്. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ 15 വർഷമായി മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ UDF-നെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഞാൻ വളരെ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു തോവുണ്ടല്ലോ, അത് പറയാതെ ശരിയാവില്ല. പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാരും അവരൊക്കെ പരാജയപ്പെടുത്ത മത്സരങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ അടിത്തറ വികസിപ്പിക്കാൻ വേണ്ടി, ഇവിടെ വലുതാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ടൊരു ശ്രമിച്ച ഒരാളാണ് ഞാൻ. ആ കാലഘട്ടങ്ങളിൽ ഞാൻ വിചാരിച്ചിരുന്നത് ആ പാർട്ടി അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അനീതിക്കെതിരെ പോരാടുന്ന പാർട്ടി, വർഗീയത തീരെ ഇല്ലാത്ത പാർട്ടിയാണ്. പക്ഷെ ഈ 3 കാര്യങ്ങളും 100% തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതടക്കം നിങ്ങളെ മുണ്ടി മക്കൾ എന്ന് പറഞ്ഞ വാണ്ട് ഇട്ടുകൊടുത്തിട്ട് ഞാൻ പോകുന്നത്.
അത് മാത്രമല്ല, നമ്മുടെ വികസന കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദർ പറഞ്ഞു, വികസന കാര്യങ്ങളിൽ എപ്പോഴും പിന്നിലേക്ക് നിൽക്കുന്ന, പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ LDF നിന്നുള്ളത്. എന്നോട് പല ആൾക്കാരും ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ LDF വിട്ടു പോകുന്നത്? ഞാൻ അവരോട് ഒരൊറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നു, വളർന്നു വരുന്ന കുട്ടികളെ സ്നേഹിക്കുന്നു, പ്രവാസികളെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വിട്ടുപോകുന്നത്. കാരണം നാടിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്ന, നമ്മളെ കുട്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ നയങ്ങള് ഇതിനെതിരായിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഇവിടെ തന്നെ ശരിക്കും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? 100 റുപ്യ 150 റുപ്യായി ചിലപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചു, 200 300 ആക്കി. പക്ഷേ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താ? പെൻഷൻ വാങ്ങാൻ തന്നെ ആളില്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആയിരിക്കണം ഗവൺമെന്റിന്റെ ഭരണം. എന്തെങ്കിലും ഒരു സംഗതി നമുക്കിവിടെ പേരെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ LDF ചെയ്തോ?